എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ജയനെയും മിനിയെയും അനുപമയും അങ്ങനെ അവര് 3 പേരെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് ചോദ്യം ചെയ്യാനായിട്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഗിരിദേവനോടും വാവരോടും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദേവികമ്മ തുറന്നു പറയുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനസൂയും വിനോദും സത്യങ്ങളൊക്കെ അറിഞ്ഞു. അനുപമയാണ് വൈദ്യുതിനാഗം മോഷ്ടിച്ചതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മിനിയും ജയനോ എന്നൊക്കെ. ഇതെല്ലാം കേട്ടതിന് ശേഷം വല്ലാത്ത സങ്കടം അവർക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് മിനി അനുഭവമൊക്കെ പറഞ്ഞു എനിക്ക് അമ്മേനെ ഒന്ന് കാണണമെന്ന് പറയണം. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. മുത്തശ്ശി വേണ്ടുവോളം നല്ലത് പറഞ്ഞ ഒരു 3 പേരെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അനുപമയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അനുപ പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്നുള്ളത്. ഈ തറവാട് വീണ്ടെടുത്ത് തരാൻ വേണ്ടിയിട്ടാ ആ വീടിന്റെ ആധാരം കൊണ്ടേ പണയം വെച്ച ഞങ്ങൾ താമസിക്കുന്ന ആ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ കുറെ പൈസ ഇനി പലിശക്കാരൻ പ്രഭാകരന് കൊടുക്കണം. അപ്പൊ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. രാജീവനാണ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുക. അപ്പൊ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കണ്ട് എനിക്ക് വേറൊരു നിവൃത്തിയില്ലാതെ വന്നിട്ട് ഞാൻ ചെയ്തതല്ലേ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പറയുന്നുണ്ട്. ദേവയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് പോയിക്കാൻ പറ്റായിരുന്നു. എത്രയോ വട്ടം അനസൂയ നിന്നോട് ചോദിച്ചത് അതിനെ കുറിച്ച്. പക്ഷെ നീ ഒരു തവണയെങ്കിലും സത്യം പറഞ്ഞോ. വൈഡൂര്യനാഗത്തെ കുറിച്ച് മാത്രമല്ല ഇപ്പം ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് ആ വൈഡൂര്യനാഗത്തിന്റെ കഥ ഉണ്ണിമോളെ തല കെട്ടിവെക്കാൻ നീ ശ്രമിച്ചില്ലേ. അത് മാത്രമാണ് ചെയ്തത്. എന്നെ ഈ മുറിയിലിട്ട് അടച്ചു പൂട്ടിക്കാനായിട്ട് നീയല്ല കാരണക്കാരി. നിങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ട് യോഗിണി ദേവി അമ്മയുടെ അടുത്ത് എന്ന് പറയിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അനുപ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കമ്മേ, ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്നോടെ. എന്നോട് ക്ഷമ പറഞ്ഞ എന്താ കാര്യം ഇരിക്കുന്നത്? എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പം ദൈവം തമ്പരാൻ വിചാരിച്ചാൽ മാത്രം നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. മിനി പറഞ്ഞു, അമ്മേ അവന് മോഷണം നടത്തി, പക്ഷെ ഇവളുടെ ആ തെറ്റ് മറിക്കാണ്ട് ഞങ്ങൾ കൂട്ടു നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനും ചേട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ദേവകിയും പറഞ്ഞു, അതെനിക്കറിയാലോ. എന്റെ വായിലേക്ക് വിഷം എത്തിച്ച് തന്ന ആരൊക്കെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പുറമേ ബോധമില്ല, മിണ്ടാൻ പറ്റില്ലെന്നോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറയണം. അവർക്ക് മനസ്സിലായി അമ്മ കാര്യങ്ങളെല്ലാം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. പെട്ടെന്ന് മിനി പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഇവൾക്കാണെങ്കിൽ അഖിൽമോന്റെ കാര്യമുണ്ട്, എനിക്കാണ് ആരതിമോളും ഉണ്ട്. ഞങ്ങൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആരും നോക്കും. ഇപ്പൊ തന്നെ വിനോദ് പറഞ്ഞു അവൻ നോക്കില്ലാന്ന്. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നില്ലേ. നിങ്ങൾ ആരും ഇല്ലാതെയാണ് ഞാൻ ഉണ്ണിമോളെ ഇത്രയും വർഷം വളർത്തിയത്. നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞെങ്കിലും നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കൽ പോലും നിങ്ങൾ ദ്രോഹിച്ചല്ലാതെ ആ കുട്ടീനെ നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങളും മക്കളും പഠിക്കട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ട് അയ്യപ്പസ്വാമി മുകളിലിരുന്ന് അയ്യപ്പസ്വാമി നിങ്ങൾക്കിട്ടുള്ള ശിക്ഷ എന്നാന്ന് പറയണം. നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാന്ന് പറയണം. അമ്മ ഞങ്ങൾ ക്ഷമിക്കമ്മേ, ഞങ്ങൾ അതൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശേരി കാലിൽ വീഴാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അനുഭവം പറയാ, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവേട്ടൻ എന്താ ചെയ്യുന്ന അമ്മയ്ക്കറിയാലോ. രാജീവേട്ടൻ സഹിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ രാജീവേട്ടൻ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയാം. ഓഹോ, അങ്ങനെയുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നില്ല നിനക്ക്. അങ്ങനെയുള്ള ബോധം ഉള്ളവളാണെങ്കിൽ നീ ആ പരിപാടി കാണിക്കില്ലായിരുന്നുള്ളത് പറയണം. നിന്റെ മോനെക്കുറിച്ചും നിന്റെ ഭർത്താവിനെ കുറിച്ചും നിനക്ക് ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ആ വൈഡൂര്യനാഗം ഒരിക്കലും അടിച്ചു മാറ്റില്ലായിരുന്നു പറയണം. പിന്നീട് പോലീസുകാർ അങ്ങോട്ടൊന്നും മറ്റു പറഞ്ഞു, അതെ സമയം കഴിഞ്ഞു വാന്നും പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ മക്കളെ നോക്കിയണമേ, ഞങ്ങൾ വേറെ ആരെ ഏൽപ്പിച്ചിട്ട് പോകാനില്ല. ഇവിടെ വിനോദന്റെ അനുസരിച്ച് നോക്കില്ലെന്നാ പറഞ്ഞേ. അമ്മ അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരണമെന്ന് അനുപമ മുത്തശ്ശിയോട് പറയണം. പിന്നീട് പോകുകയാണ്. അപ്പം മക്കളെ കൊണ്ടാനായിട്ട് പറ്റില്ലല്ലോ. വളരെ സങ്കടത്തോടെയാണ് അവരങ്ങോട്ട് പോകുന്നത്. അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവനും ബാബനും കൂടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഗിരിദേവത്തിനും ദേവകിയും ചോദിച്ചു, അല്ല ഗിരിദേവ, നീയല്ലേ പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിട്ടായിരിക്കും ഉണ്ണിമോൾ ഇങ്ങോട്ട് വരുന്നതെന്ന്. എന്നിട്ട് എനിക്ക് സന്തോഷമുള്ള കാര്യം എവിടെയാ? ഇതെനിക്ക് സങ്കടമുള്ള കാര്യമില്ലേന്ന് ചോദിക്കുകയാണ്. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ ഉദ്ദേശിച്ച വൈഡൂര്യനാഗമായിട്ട് ഉണ്ണിമോള് വന്നല്ലോ, അത് മുത്തശ്ശിക്ക് സന്തോഷമുള്ള കാര്യമില്ലേ? പിന്നെ മുത്തശ്ശിയല്ല ഉണ്ണിമോള് ഒന്നല്ല ഇതിനകത്ത് തെറ്റുകാരിയാന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശിക്ക് സന്തോഷമുള്ള കാര്യമില്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ ഗിരിദേവ, പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. എൻ്റെ മക്കളവര് ഇന്ന് വരെ അവര് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എൻ്റെ മക്കൾ ആരും കയറിയിട്ടില്ല. അപ്പൊ അവരിങ്ങനെ കയറി കഴിയുമ്പോഴത്തേനും ഞാൻ ഒരു പെറ്റമ്മയല്ലേ, പെറ്റമ്മയെ എനിക്ക് സഹിക്കില്ല. അവരെത്രയൊക്കെ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും. അനുപമയുടെ കാര്യം അറിയാലോ, ഇതെങ്ങാൻ രാജീവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ അവൻ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടുകൂടാ. അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആജീവനാന്തം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പുറത്തിറക്കണമെന്ന് പറയാം. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയ്യപ്പസ്വാമി അവർക്ക് കൊടുത്തോളൂ എന്ന് പറയാം. പെട്ടെന്ന് ഗിരിജാൻ പറഞ്ഞു, അല്ല മുത്തശ്ശിക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാനായിട്ട്? എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയേ, അവർ ജയിലിലേക്ക് പോയിട്ടാണ് അഖിൽമോനും ആരതിമോളും എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ഇല്ലാതെ അവര് അനാഥരായി പോവില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജാൻ പറഞ്ഞു, ശരി മുത്തശ്ശി, നമുക്ക് വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് ഉണ്ണിമോള് അങ്ങോട്ട് വരുന്നുണ്ട്, മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഉണ്ണിമോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്, വഴിക്ക് വെച്ചുണ്ടായ സംഭവങ്ങളും ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയതും ആ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു തോന്നിയത്. മുത്തശ്ശി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അയ്യപ്പസ്വാമി കൂടെ ഉണ്ടാവുന്നു, തുണയായിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാ ഉണ്ണിമോൾ ഇപ്പം തിരിച്ചു വന്ന് അയ്യപ്പസ്വാമിക്ക് ഉണ്ണിമോളെ കൈവിടാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗിരിദേവനും വാവരും കൂടെ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അനുപമേനും മിനിനെയും ജയനെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അനുപമ എല്ലാം ഒന്നും മണിമണിയായിട്ടല്ല കാര്യങ്ങളെല്ലാം പറയുവാണ്, എന്താ ചെയ്തത്, എങ്ങനെയാ ചെയ്തതെന്നൊക്കെ. ജയൻ പറയാൻ ശ്രമിച്ചായിരുന്നു, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഇവിടെ രക്ഷിക്കാൻ മാത്രം ശ്രമിച്ചെന്നുള്ളത്. പക്ഷെ പോലീസുകാർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത്. പിന്നീട് ഗിരിദേവൻ അങ്ങോട്ട് എന്നതിന് എന്താ വന്നേന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗിരിദേവന് പറഞ്ഞു, ആ സാറ് യുക്തിപരമായിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന യുക്തിക്കും അപ്പുറം ദൈവത്തിന്റെ ഒരു കരങ്ങളുണ്ട്, ആ ഒരു ചിന്ത വേണമെന്നും പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അത് എന്ത് വീഡിയോസാണെന്ന് നമുക്കറിയത്തില്ല എടുത്ത് കാണിക്കുന്നത്. ഒരു പക്ഷെ അനുപമേനും മിനിനെയും കൊടുക്കാനുള്ളതാണോ, അതിനൊരു മൈഡൂരി നാഗത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ SI. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇനി അവരെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ അയ്യപ്പസ്വാമി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.